അഭിലാചന്ദ്രനുണ്ട് ഉണ്ടല്ലോ, അവിടെ വരെ തള്ള ഓടിച്ചെന്ന് പിടിച്ചു കൊണ്ടുവന്നിട്ട് വന്നു. അവൻ കല്യാണം കഴിച്ചില്ല, അടിയും പിടി ഇങ്ങനെ തന്നെ 3 പരീക്ഷയുള്ളപ്പോഴാണ് ഇവള് പോയത്. മോഷണമുണ്ട്, അടിപിടിയുണ്ട്. ഞാൻ പറഞ്ഞു, ചേട്ടനുണ്ടെങ്കിൽ നീ ഏറ്റവും വെട്ടോത്തിയും വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയും എന്റെ ചേട്ടനെ കൊന്നത് നിങ്ങളെല്ലാവരും കൂടെയാണ്. എന്തൊക്കെ പേര് പറഞ്ഞ് പോകും, എനിക്കറിയാമോ. ഞാൻ അങ്ങനെ ഈ ഫോണിൽ നിൽക്കുന്ന കൊച്ചിനെയും തള്ളെ അറിയാമോ? നേരത്തെ വിവാഹം കഴിച്ച് മരിച്ചു ആത്മഹത്യ ചെയ്ത ആളല്ലേ, ആളോട്ടുള്ള ജീവിതം നല്ലതായിരുന്നു? അല്ല, ഏറ്റവും അങ്ങറ്റപ്പെട്ട മോശമായിരുന്നു ജീവിതമായിരുന്നു. അങ്ങറ്റത്തെ ജീവിതം. ഇടുക്കി വരെ എവിടെ കൊണ്ടുപോയി, അവിടെ വരെ തള്ള ഓടിച്ചെന്ന് പിടിച്ചു കൊണ്ടുവന്നിട്ട് അന്വേഷിച്ചതാണ്. ആ തള്ളേനെ കാപ്പകത്തിലേക്കുള്ളതായിരുന്നു അത്. കല്യാണം കഴിച്ചില്ല, അടിയും പിടി ഇങ്ങനെ നോക്കിയാൽ ഇല്ല. പിന്നീട് നിയമപരമായിട്ട് ഒരു കല്യാണം കഴിച്ച് ലെറ്ററൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ആദ്യത്തത്. ഇപ്പോഴത്തെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് വാശി അറിയപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ നാളെ കംപ്ലൈന്റ് കൊടുക്കും. 22ാമത്തെ വയസ്സിൽ ഓടിപ്പോയായിരുന്നു. ഡിഗ്രിക്ക് 3ാമത്തെ വർഷം പരീക്ഷ 3-4 എഴുതി അവസാനം 3 പരീക്ഷ ഉള്ളപ്പോഴാണ് ഇവള് പോയത്. അപ്പോഴും ഞാൻ ഇവിടെ അത് ഈ ഡാൻസ് ക്ലാസ്സിലൊക്കെ വെച്ച് കണ്ടിട്ട് തന്നെ. എന്റെ പൊന്നു മക്കളെ, മോഷണമുണ്ട്, അടിപിടിയുണ്ട്, വെട്ടും കുത്തുണ്ട്. ഇങ്ങനെ നോക്കിയത് എന്തിനാ നീ നോക്കണത്? പിന്നെ ഉന്തലായി, തള്ളലായി, അവിടെ വഴക്കായി, അടിയായി, കേസായി. അറിയാമോ? എനിക്കറിയാമോ അതിനെ പറ്റിയൊന്നും. അന്വേഷിച്ച് ഇവളിവിടെ കരച്ചിലും വിളിച്ചിലും പാഴ്ചലും ആയി. ഇതിലെ പോലീസില്, പാലോട് പോലീസില്, നെടുമങ്ങാട് പോലീസിൽ എല്ലായിടവും വിളിച്ചറിച്ച് കരഞ്ഞ് വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ ചെറിയ ഒരു ആഴ്ചയിലൊരു ജോലിയുണ്ട് വെക്ക്. എന്തിരുന്നാ പറയും, അതിന് പോവും. അപ്പോഴറിഞ്ഞ റീന, നീ കരയരുത്, വിളിക്കരുത്, നീ സമാധാനപ്പെട്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന്. അപ്പോഴ് 12 മണിക്ക് പോലീസ് വണ്ടി ഇവിടെ വരുമെന്ന് പറഞ്ഞു. ഇവിടെ വരുമ്പോ ഈ നാട്ടുകാർ എങ്ങനെ പ്രതീക്ഷിക്കുക? അവിടെ എൻ്റെ മോളെ മാപ്പിള മരിച്ച് 6.5 വർഷമായി. ഇപ്പൊ മൂത്തമ്മൻ പോകൂല. അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മക്കളെ, അമ്മയെ ഒറ്റയ്ക്ക് വിടല്ലേ. അവൻ ഇവിടെ വരൂല. അവൻ വന്നാലും അവിടെ നിൽക്കുള്ളൂ, ഇഞ്ഞങ്ങ് കയറൂല. എന്നാ എന്റെ അടുത്ത് അവന് വലിയ കാര്യവുമാണ്. അവിടെ നിൽക്കും. അമ്മാമ്മ കള്ളിപ്പാറ, നന്നിയോട് കള്ളിപ്പാറ, മീൻമുട്ടിക്ക് അടുത്ത്. ഞാൻ അവിടെ പോയിട്ടില്ല. 3 മാസമൊക്കെ അവിടെ നിന്നിട്ട് ഒരു ദിവസം എന്നോട് പറഞ്ഞ്, അമ്മാമ്മ ചന്ദനയ്ക്ക് വിശേഷമുണ്ട്. ഞാൻ പറഞ്ഞു, വിശേഷം ഉണ്ടെങ്കിൽ നീ ഏറ്റവും, എന്നെ കൊണ്ട് പറ്റൂല, നീ അല്ലേ എന്നെ വരുത്തിയത്, നീ ഏറ്റവും എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയോളാന്ന് പറഞ്ഞു. അത് ഇവിടെ ഇല്ല. അപ്പോഴത്തേക്ക് ഒന്നും മിണ്ടിട്ട് അപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു, ഞാൻ നോക്കിയോളാന്ന് പറഞ്ഞിട്ട് അവളെ അച്ഛന്റെ വീട്ടിൽ കൊണ്ടുപോയി സഹോദരിയുടെ അടുത്തുകൊണ്ടുവന്നാക്കി. അവിടെ നിൽക്കുമ്പോഴാണ്, അവിടെയും ചെന്ന് ഇവൻ വഴക്കുണ്ടാക്കി. അവിടെ നിൽക്കുമ്പോഴാണ് ഇവൻ തൂങ്ങിയത്. അവന്റെ അമ്മയ്ക്ക് 3-4 ആടുണ്ടായിരുന്നു. ഇവള് ആഴ്ച വെളിയിലൊക്കെ കിട്ടിയിട്ട് കുഴയടിക്കാൻ പോയി പൊടിച്ചിട്ട് വന്നപ്പോൾ ഒരാട്ടിനെ കാണാനില്ല. അവനോട് ചോദിച്ചപ്പോൾ ഇവൻ വഴക്കുണ്ടാക്കി. ഇവൻ അതിനെ വിറ്റ് മൊബൈൽ വാങ്ങിച്ചു. മൊബൈലിൽ നമുക്ക് കാണാനില്ല, കണ്ടുമില്ല. അതാണ്. അങ്ങനെ തള്ള കൊണ്ട് പാലോട് സ്റ്റേഷനിൽ പോലീസിൽ കേസ് കൊടുത്ത്. പോലീസ് ഇതുപോലെ വണ്ടിയും കൊണ്ട് മുറ്റത്ത് തടമാണ്. അവിടെ വന്നപ്പോൾ ഇവൻ വെട്ടോത്തിയും വെച്ചോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അത് ഞങ്ങൾ ഫോണിലാണ് കാണുന്നത്, വെട്ടോത്തിയും വെച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. അതിന് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ തള്ളേരെ റൂമിൽ കയറി ഇവൻ തൂങ്ങിയത്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവള് പറയുമായിരുന്നു, എൻ്റെ ചേട്ടനെ കൊന്നത് നിങ്ങളെല്ലാവരും കൂടെയാണ്. ഞാൻ കേട്ട് കൊന്നെങ്കിൽ അവൻ ഇവിടെ എവിടെയെങ്കിലും വന്നല്ലേ ചാവാനുള്ളത്. അവന്റെ അമ്മയുടെ റൂമിലല്ലേ. പിന്നീട് ചെന്ന് വിളിച്ചു പറക്കി ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഡാൻസിന് ഇവിടെ ഇല്ലായിരുന്നു. അറിയാൻ വയ്യ എനിക്ക് എന്താ ഡാൻസ് എന്ന് പറയും. അവര് ചെന്നൈയില് എന്തൊക്കെ പേര് പറഞ്ഞ് പോകും, എനിക്കറിയാൻ വയ്യ. ഞാൻ അങ്ങനെയുള്ളതിലൊന്നും പോവില്ല കാണാൻ. ഇങ്ങനെ പറയുന്നേ എനിക്കറിയാവൂ. ഞാൻ അത് പറഞ്ഞ് തീർത്തോട്ട് കൊച്ചിനെ ഞാൻ പറഞ്ഞ് വാശിയേറി ഞാൻ അപേക്ഷ എഴുതി. 23-ാം തീയതി നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ഇത്രയും പ്രായം കൂടി ഞാൻ സ്റ്റേഷനിൽ കയറുന്നത് ഇപ്പോഴാണ്. ഞാൻ കൊണ്ടുവന്ന് അപേക്ഷ കൊടുത്ത് കാര്യം പറഞ്ഞ് ആ സാറ് നമ്പർ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഫോൺ ഉപയോഗിക്കണം ഇഷ്ടമില്ല, ഞാൻ എടുക്കയില്ല, വാങ്ങിക്കില്ല. എനിക്ക് മോള് വാങ്ങിച്ചു തന്നിട്ട് ഞാൻ അത് ഉപയോഗിച്ചിട്ടില്ല, എനിക്കത് ഇഷ്ടമേ ഇല്ല. അപ്പോൾ എൻ്റെ ഫോൺ നമ്പർ ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ഫോണില്ല. കൊള്ളാം, ഈ ലോകത്ത് ആർക്കാണില്ലാത്തത്, എനിക്ക് ഇഷ്ടമല്ല, ഞാൻ വാങ്ങിച്ചില്ല. അപ്പം നമ്പർ ഉണ്ടോയെന്ന് കിട്ടി. ഇവൻ്റെ നമ്പര്, അവളെ നമ്പര്, എൻ്റെ മോളെ നമ്പരും ഉണ്ടായിരുന്നു. ഞാൻ എവിടെയെങ്കിലും വഴിയിലായി പോയാൽ ആരെങ്കിലും എൻ്റെ പേഴ്സോ കവറോ നോക്കിയാൽ അതെടുത്ത് വിളിക്കാൻ വേണ്ടിയാണ് ഇവിടെ എനിക്ക് എഴുതി തന്നത്.
അതെടുത്ത് കൊടുത്ത് വിളിച്ചപ്പം അവനാണ് ഫോൺ എടുത്തത്. അപ്പോൾ കേട്ട് ഹലോ, ഒരുമാതിരി ഒയ്യാരത്തിൽ കേട്ടു, ഹലോ എന്ന് കേട്ടു. അപ്പം പറഞ്ഞ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുകയാണ്. ആ എന്ത്? അത് ഇവിടെ ഒരു പരാതി വന്നിട്ടുണ്ട്. ആര് തന്ന്? അതൊരു സുമതി ഇവിടെ കൊണ്ട് തന്നു. എന്തിന്? അതെനിക്കറിയാൻ വയ്യ. അഖില ഉണ്ടോ? അഖിലാചന്ദ്രനുണ്ടോ? ഉണ്ടല്ലോ. ഒന്ന് കൊടുക്കുമോ? കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ? ഉണ്ടോ? ഇല്ല, കൊടുക്കാന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവള് പറഞ്ഞു അവള് ഡാൻസ് ഈ ആടിക്കൊണ്ടിരിക്കുന്നു. പരാതിയിൽ പറയുന്നത് കുഞ്ഞിനെ തിരിച്ചുകൊണ്ടുപോകുന്നുള്ള പരാതിയാണ്. പറഞ്ഞേ അരികെ തീ എത്തിച്ചാണ്. ഇതങ്ങനെയായി കൊടുത്തു. അവളെ വിളിച്ചിട്ട് അവള് വന്നില്ല. പിറ്റേന്ന് വരുമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് 9:15 ഈ സംഭവം എപ്പോഴാണ് അമ്മ അറിയുന്നത്? അത് മനസ്സിലായി. എപ്പോഴാ ഈ കുഞ്ഞ് മരിച്ചതായിട്ടുള്ള വാർത്ത എപ്പോഴാണ് അറിയുന്നത്? രാത്രി 9-9:15 ആയി. അത് എങ്ങനെ അറിഞ്ഞത്? ഈ വീട്ടിലെ ഷൈല പെരുന്നാളായതുകൊണ്ട് അവള് കൊല്ലത്ത് പോയി. 2 പിള്ളേരെയും കൊണ്ട് അവള് കൊല്ലത്ത് പോയി. സ്കൂള് തുറന്നാൽ അവൾക്ക് വരാൻ പറ്റൂലെന്ന് പറഞ്ഞു. എങ്ങനെ അറിഞ്ഞെന്ന് പറയാമോ? അത് ആ വീട്ടിലെ 2 ചെറുക്കന്മാര് പറഞ്ഞതാണ്, അവര് പറഞ്ഞത്. ആ വീട്ടിലെ 2 ചെറുക്കന്മാര് ആറ്റിൻപുറത്തുള്ള ഒരു പയ്യൻ വിളിച്ചു കേട്ട്, എടാ ഈ ഫോണിൽ നിൽക്കുന്ന കൊച്ചിനെയും തള്ളെ അറിയാമോ? അറിയാടാ, ആരടാ? അവർ നമ്പർ ഇത് അയച്ചു കൊടുത്ത്, വീഡിയോ അയച്ചു കൊടുത്ത് കണ്ട്. എടാ എൻ്റെ വീട്ടിൻ്റെ താഴെ താമസിക്കുന്നടാ, എനിക്ക് അറിയാടാ എന്ന് പറഞ്ഞ് ഈ ചെറുക്കന്മാർ തള്ളേരുടെ പറയാതെ ആ 2 ചെറുക്കനും വേറെ 2 ചെറുക്കന്മാരും കൂടെ കരിക്കുഴിയിൽ പോയി. കരിക്കുഴി ചെന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ ആരും ഇല്ല. അമ്മ എങ്ങനെ അറിഞ്ഞത്? ഞാൻ പറഞ്ഞു തരട്ടെ. അവിടെ ചെന്ന് അന്വേഷിച്ചിട്ട് വന്നില്ല. ഈ പയ്യന്മാർ തിരിച്ചു വന്ന് തള്ളേരുടെ അടുത്ത് പറഞ്ഞു. തള്ള ഈ ഷൈലേക്ക് ഫോൺ ചെയ്ത് കൊല്ലത്ത് നിൽക്കണം. എനിക്ക് ആ അവിടുന്ന് അടപ്പെനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. എനിക്ക് അതെ, എനിക്ക് ആ അടപ്പ് ആയിരിക്കാം, ഉറപ്പാണ്. അല്ല, അതല്ലെങ്കിൽ ഇങ്ങനെ വരൂലല്ലോ.